നമസ്കാരം. അമേരിക്ക വെടിനിർത്തൽ കരാർ പരസ്യമായി ലംഘിച്ചു എന്നാരോപിച്ച് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രം നടപ്പാക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അനിശ്ചിതാവസ്ഥയിലാണ് എന്ന് കാരണം അമേരിക്കൻ വാഗ്ദാനങ്ങൾ പാലിക്കില്ല എന്നാണ്. അതായത് നിലവിൽ അവർ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പരാജയപ്പെട്ടു എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയുമായുള്ള കരാർ നിലവിൽ പ്രതിസന്ധിയിലാണ് എന്നും അവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് വളരെ സ്ഥിതി തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ കേന്ദ്രങ്ങൾക്കു നേരെ അടുത്തിടെ ഇറാൻ നടത്തിയ സൈനിക നീക്കങ്ങളെയും ബഹായ് ന്യായീകരിച്ചു. അതായത് അമേരിക്കൻ താവളങ്ങൾക്കു നേരെയുണ്ടായ നടപടികൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. സംഘർഷം അവസാനിപ്പിക്കാനായി കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തിന് പിന്നാലെ സ്വിറ്റ്സർലൻഡിൽ ഇറാൻ അമേരിക്കൻ പ്രതിനിധികൾ തമ്മിൽ ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ ജൂലൈ 6-ന് ഹോർമൂസ് കടലിടുക്കിന് സമീപം 3 വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ ഈ സമാധാന ശ്രമങ്ങളെല്ലാം അപ്പാടെ പരാജയപ്പെടുകയായിരുന്നു. ഈ സംഭവത്തോടെയാണ് രണ്ടു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തി വീണ്ടും 10 മടങ്ങിന്റെ ഇരട്ടി ശക്തിയോടെ രംഗത്തെത്തി. തുടർന്ന് ഇരു വിഭാഗങ്ങളിൽ നിന്നും സൈനിക ആക്രമണങ്ങളും രൂക്ഷമായ വാക്പോരുകളും ഉണ്ടായതോടെ മേഖലയിൽ യുദ്ധസാധ്യതയെ സംബന്ധിച്ച ആശങ്കകൾ കൂടുതൽ ശക്തിയുള്ളതായി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയും ഇത് ബാധിച്ചു. എന്തായാലും ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അമേരിക്ക. തുടർച്ചയായ 3ാമത്തെ രാത്രിയിലും ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതായാണ് US സെൻട്രൽ കമാൻഡ് എക്സിലൂടെ വ്യക്തമാക്കിയത്. അപ്പോൾ നിലവിൽ വെടിനിർത്തൽ കരാർ ധാരണ ഒപ്പുവെക്കുകയും ആ കരാർ ലംഘനം അമേരിക്ക നടത്തുകയും ചെയ്തു. അന്നേരമാണ് സ്വാഭാവികമായും ഇറാൻ തിരിച്ചടിച്ചത്. അപ്പോൾ നേരത്തെ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ അമേരിക്ക ആക്രമണം നടത്തിയതായും രാജ്യത്തെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് സ്ഫോടന ശബ്ദം കേട്ടതായും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമായതായും റിപ്പോർട്ടുകളുണ്ട്. അതിനു പിന്നാലെയാണ് അമേരിക്കയുടെ സ്ഥിരീകരണം എത്തുന്നത്. എന്തായാലും ഇറാനെതിരെ 3ാമത്തെ രാത്രിയിലും US സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ആരംഭിച്ചു. അത് കമാൻഡർ ഇൻ ചീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് പ്രത്യേകത. ഈ ആക്രമണങ്ങൾ ഇറാന് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിൽ സാധാരണക്കാരെയും വാണിജ്യ കപ്പലുകളെയുമാണ് ആക്രമിക്കാനുള്ള അവരുടെ ശേഷി കുറയ്ക്കുന്നതാണ് എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഇറാനെതിരെ 3ാമത്തെ രാത്രിയിലും യുഎസിന്റെ ഈ ആക്രമണത്തിൽ ഇതെന്ന് പറയുന്നത് കമാൻഡർ ഇൻ ചീഫിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ഈ ആക്രമണം തികച്ചും ഒരു ചട്ടലംഘനമാണ് എന്നാണ് അമേരിക്കയുടെ ആരോപണം. എന്തായാലും അടുത്തിടെ ഇറാന്റെ മുങ്ങിക്കപ്പലുകളും അറ്റകുറ്റപ്പണികളും നടത്തുന്ന ഓരോ കേന്ദ്രവും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് തന്നെ പുറത്തുവിട്ടിരുന്നു. സീ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇത് ആദ്യമാണ് ഇറാനെതിരെ അമേരിക്ക സീ ഡ്രോണുകൾ പ്രയോഗിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനെതിരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരിക്കുകയും ചെയ്തു. എന്തായാലും ഇറാനിലെ മാഷഹറിലുള്ള ഒരു കാർഷിക പമ്പിംഗ് സ്റ്റേഷന് നേരെ നടന്ന US ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയായിരുന്നു. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചാണ് അമേരിക്ക സംഘർഷം പുനരാരംഭിച്ചത്. US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരമനുസരിച്ച് ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ബോട്ടുകൾ എന്നിവ ഉൾപ്പെടെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അമേരിക്ക വെടിനിർത്തൽ കരാർ പരസ്യമായി ലംഘിച്ചു എന്നും നേരത്തെ ഇറാൻ ആരോപിച്ചിരുന്നു. നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രം നടപ്പാക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അനിശ്ചിതാവസ്ഥയിലാണ് എന്ന കാര്യവും അമേരിക്ക വ്യക്തമാക്കുന്നത്.